വെളിപാട് പുസ്തകം 19-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, അത് നാഥന്മാരുടെ നാഥനെന്നും രാജാക്കന്മാരുടെ രാജാവെന്നുമാണ്. വെളിപാട് 19:13 നമ്മൾ വായിക്കുന്നു, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം അത് നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണല്ലോ. ജീവിക്കുന്ന കർത്താവ് തന്നെയാണ് വചനമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ രാജാവിനെ സ്വീകരിക്കുന്നത് പോലെ, ആ മഹത്വത്തിന്റെ നാഥനെ സ്വീകരിക്കുന്നത് പോലെ അത്രയേറെ വിനയത്തോടും ആദരവോടും കൂടെ കർത്താവിന്റെ മുമ്പിലായിരിക്കാൻ, കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ. അതിനുള്ള എളിമ നമുക്ക് ലഭിക്കട്ടെ. ആ എളിമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അതാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്കായി നിർമ്മിക്കുക? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. നല്ല ദൈവമേ, കർത്താവിന്റെ ജീവിക്കുന്ന വചനം ഏറ്റവും സ്നേഹത്തോടും വിനയത്തോടും ആദരവോടും കൂടെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കഴിഞ്ഞ ടോക്കിൽ നമ്മൾ മാത്യുസിന്റെ ടോക്കിൽ കേട്ടതുപോലെ, ജീവിതത്തിലെ ഓരോ സഹനങ്ങളും സ്വർഗം തുറക്കാനുള്ള താക്കോലുകളായി മാറ്റാൻ, അത് സ്വീകരിക്കാൻ, ആ സത്യം മനസ്സിലാക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമേ, ജീവിതത്തിലെ അനവധി നിരവധിയായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും. ഈശോയെ, ഞങ്ങളുടെ ഓരോ സഹനങ്ങളും നിന്റെ തിരുനാമത്തിനും മഹത്വത്തിനായി കാഴ്ചവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, വീണ്ടും ഒരു സാബത്ത് ആചരണത്തിന് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നമുക്കറിയാം, 3-ാമത്തെ കൽപ്പനയാണ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നത്. അങ്ങനെ കർത്താവിന്റെ ദിവസത്തെ പരിശുദ്ധമായി ആചരിക്കാനായിട്ട് കൂടിച്ചേർന്നിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനവും വളരെ വലുതാണല്ലോ. യെശയ്യാ 58, 13, 14 വചനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നീ പിന്തിരിയുക. സാബത്തിനെ വിശുദ്ധവും മഹനീയവും ജീവദായകവും ബഹുമാനീയമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ ഇഷ്ടം അനുവർത്തിക്കാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ അവിടുന്ന് നിന്നെ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ പരിപാലിക്കും. കർത്താവിന്റെ വലിയ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്കറിയാം, നമ്മളുടെ കഴിഞ്ഞ നാളുകളിലെല്ലാം സാബത്ത് ശുശ്രൂഷയിൽ കർത്താവിന്റെ കൂടെ ആയിരുന്നത് മൂലം ജീവിതത്തിൽ എത്രയേറെ വലിയ നന്മകളും, ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന പല നന്മകളും നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾക്ക് വർണ്ണിക്കാനോ വിവരിക്കാനോ ആവുന്നതിലും കൂടുതലാണ് നമ്മൾ കാണാൻ കഴിയാത്തതായ അനുഗ്രഹങ്ങളുടെ, കൃപകളുടെ നീർച്ചാലുകൾ നമ്മളിലേക്ക് വന്ന് ചേരുന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബാഹ്യനേത്രങ്ങൾക്ക് ദർശിക്കാവുന്നതിലും ഏറെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടുന്ന അദൃശ്യമായ കൃപാവരവും പ്രസാദപരവും. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങനെ കർത്താവിന്റെ വചനത്തിന്റെ കൂടെ ആയിരിക്കാനും ക്രിസ്തുവിൽ ഒരു നവജീവിതം, യേശു ക്രിസ്തുവിൽ ഒരു നവജീവിതം നയിക്കാൻ കർത്താവെ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി. അങ്ങനെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പഴയതെല്ലാം കടന്നുപോയി പുതിയ സൃഷ്ടിയാവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്ന ദൈവമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17 മുതലുള്ള തിരുവചനം ഏറ്റവും എളിമയോടും വിനയത്തോടും കൂടെ നമുക്ക് കേൾക്കാം. ക്രിസ്തുവിൽ നവജീവിതം. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു.
അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്ന വചനം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇന്നും ആ പഴയ മനുഷ്യനെ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ആസക്തികളും നമ്മുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. അതിൽ നിന്ന് മാറ്റപ്പെട്ട് യേശു ക്രിസ്തുവിനെ ധരിക്കുക. ഗലാത്യർ 2:20 വചനം നമുക്കറിയാലോ. ഞാൻ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന്. ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ ഞാൻ പുതിയ വ്യക്തിയായി. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ മനുഷ്യനാണ്, പഴയതെല്ലാം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകാൻ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും എന്തെല്ലാം തിന്മകൾ വർജിക്കണം എന്നതാണ് അടുത്തതായിട്ട് വചനഭാഗം പറയുന്നത്. നമ്മൾ വർജിക്കേണ്ട തിന്മകൾ. നമ്മൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വർജിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്നു, സമാധാനം നൽകുന്നു, സന്തോഷം നൽകുന്നു, അല്ലെ ആനന്ദം നൽകുന്നു, ലോകം നൽകുന്ന ആനന്ദം തരുന്ന ആ തിന്മകളെ നമ്മൾ വർജിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യേശു ക്രിസ്തുവിന്റെ സ്വന്തമെന്നും യേശുവിൽ പുതിയ സൃഷ്ടിയായെന്നും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ വർജിക്കേണ്ട തിന്മകൾ: വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. പലപ്പോഴും നമുക്കറിയാം, പല കോപങ്ങളും സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ല നീണ്ടുപോകുന്നത്. കോപിച്ചാൽ അനേക നാളത്തേക്ക് കോപിച്ചിരിക്കുന്നു, വഴക്കുകൂടിയാൽ അനേക കാലത്തേക്ക് വഴക്കുകൂടിയിരിക്കുന്നു. കർത്താവിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്നു, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഇത് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെല്ലാം ഉള്ളവരാണല്ലോ കൂടുതലായി ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോപം, ഞാനടക്കം നമ്മുടെ പലരുടെയും കോപം എത്രയോ നാള് നീണ്ടു നിൽക്കുന്നു. അങ്ങനെ കോപത്തോടെയും ശാപത്തോടെയൊക്കെയാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ശപിച്ചും കോപിച്ചും പൊറുക്കാതെയും ഈ ലോകത്ത് നിന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവനെ കർത്താവ് ആവശ്യപ്പെട്ടാൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയാമല്ലോ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മോഷ്ടാവിനി മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ, ആ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ, പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്തയിലോ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ജീവിതം. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടും കൂടെ പെരുമാറുവിൻ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ വളരെ സ്നേഹത്തോടെ നമ്മളെ ഉപദേശിക്കുകയാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, യേശുവിനായി വിളിക്കപ്പെട്ടവൻ, സ്വർഗരാജ്യം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട നമ്മ ഓരോരുത്തരിൽ നിന്നും കർത്താവ് എന്ത് പ്രതീക്ഷിക്കുന്നു,
എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തുവിൽ ഒരു നവജീവിതം നമുക്ക് എങ്ങനെ ഉണ്ടാവണമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? ഒരുപക്ഷെ എന്റെ ചിന്തകളിലാവാം, എന്റെ പ്രവൃത്തിയിലാവാം, എന്റെ പെരുമാറ്റ നമ്മുടെ ചില തഴക്ക ദോഷങ്ങളിലാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നുവിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരാണോ? അഹങ്കാരമാണോ നമ്മുടെ മുഖമുദ്ര? എളിമ നമുക്കുണ്ടോ? കർത്താവിനെ സ്വീകരിക്കാൻ തക്ക എളിമ, കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്ക എളിമ നമ്മളെയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് വേണ്ടി പ്രസംഗം, നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിനച്ചൻ പറയേണ്ടായി, ഓരോ അക്രൈസ്തവനും അനുനിമിഷം അല്ലെ അനുദിനം ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ ആ വായിക്കുന്ന ബൈബിൾ ഓരോ ക്രിസ്ത്യാനിയുടെയും മുഖമാണ്, അല്ലെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതമാണ് അവർ വായിക്കുന്ന ബൈബിൾ എന്ന്. എത്രയോ സത്യമാണ്. ഓരോ അക്രൈസ്തവനും ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ വായിക്കുന്ന ബൈബിൾ നമ്മുടെ മുഖവും ഓരോ ക്രിസ്ത്യാനിയുടെയും മുഖവും അല്ലെ ക്രിസ്ത്യാനിയുടെയും ജീവിത ശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാട്ടിക്കൊടുക്കുന്ന, യേശു ജീവിക്കുന്ന അല്ലെ യേശുവിനെ മനസ്സിലാക്കുന്ന ഒരു ജീവിതമാണോ, വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പറയാനാവൂ നമ്മൾ കർത്താവിന്റെ സാക്ഷികളായി. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. നമ്മൾ അങ്ങനെ സാക്ഷി ആകുന്നുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി, ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ ഭാരതത്തിൽ മറ്റൊരു മതത്തിനും ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, ഭാരതത്തിലുള്ള 1% അല്ലെ 2% ക്രിസ്ത്യാനികൾ പരിശുദ്ധ ബൈബിൾ പറഞ്ഞിരുന്നതുപോലെ, ക്രിസ്തു ജീവിക്കാൻ പറഞ്ഞതുപോലെ ജീവിച്ചു കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിൽ മറ്റു മതസ്ഥരോ മറ്റു മതവിശ്വാസികളോ ഉണ്ടാവുമായിരുന്നില്ല എന്ന്. ഓരോ ക്രിസ്ത്യാനിക്കുമുള്ള വെല്ലുവിളിയാണ് പ്രിയപ്പെട്ടവരേത്. 2000 വർഷമായിട്ടും 2000 വർഷം കഴിഞ്ഞിട്ടും ഈശോ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി നമുക്ക് വേണ്ടി ജീവിച്ച് പാപപരിഹാര ബലിയായി നമുക്ക് വേണ്ടി കുരിശ് തറയ്ക്കപ്പെട്ട് കല്ലറകൾ അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് ഈ ലോകത്തിന് ജീവിച്ച് നമുക്ക് വേണ്ടി മാതൃക കാണിച്ചിട്ടും ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ട് മറ്റൊരു മനുഷ്യന് ക്രിസ്തുവിനെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ മിക്കവാറും കേൾക്കുന്ന വചനമാണല്ലോ, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച ആ സൽപ്രവൃത്തികൾ യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, യേശു പറഞ്ഞ ക്രിസ്തു ജീവിത മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ ജീവിതമാകുന്ന സുവിശേഷം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ നാം മാതൃകളാകുന്നുണ്ടോ എന്ന ചോദ്യമാണ് കർത്താവ് നമ്മോട് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ പ്രസംഗത്തിലല്ല, ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് നീയും ഞാനും ക്രിസ്തുവിന് സാക്ഷിയാകുമ്പോൾ മാത്രമാണ് ക്രിസ്തു സന്ദേശം ഈ ലോകത്തിലെത്തുക. പ്രസംഗിക്കുക എത്രയോ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തിയിൽ ജീവിതം കൊണ്ടത് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. ആകയാൽ വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അനുകരിക്കുക, വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. പ്രിയപ്പെട്ടവർ, ഇത് വലിയ വെല്ലുവിളിയാണ്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തു സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ജീവൻ കൊടുത്താണ് ക്രിസ്തു സ്നേഹിച്ചത്. ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നത് പോലെ ജീവൻ ബലിയർപ്പിച്ച് സ്നേഹിച്ച സ്നേഹമാണല്ലോ ക്രിസ്തു. ആ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുമെന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഉദ്ബോധനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ സ്നേഹത്തിന്റെ അളവുകോല് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന അളവുകോല് വെച്ച് വേണം നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ജീവിതത്തെയും നമ്മൾ പരിശോധിക്കുവാനെന്നാണ് പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും
ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. വചനം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല. ഈ വചനം ഒന്നുകൂടെ കേൾക്കണമേ പ്രിയപ്പെട്ടവരെ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണം ചാപല്യവും നമുക്ക് യോജിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് കൊണ്ട് അനവധിയായ പാപം ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ സംസാരത്തിൽ വ്യർത്ഥഭാഷണം ഓരോ മനുഷ്യ ജീവിതത്തെയും അത്രമാത്രം ദുഷിക്കുന്നതാണ് വ്യർത്ഥഭാഷണം, നാവ് കൊണ്ടുള്ള പാപം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നാവ് തീയാണ്, അത് അഗ്നിയാണ്, അത് നരകമാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സർവത്തെയും ചുട്ടരിക്കാൻ കഴിയുന്നതാണ് നാവ്. ഒരേ നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അതേ നാവ് കൊണ്ട് തന്നെ നമ്മുടെ സഹോദരനെ ശപിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വ്യർത്ഥഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും നാവിന്റെ നിയന്ത്രണം, നാവിനെ ഏറ്റവും വിശുദ്ധമായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. എല്ലാത്തിനും കയറി മറുപടി പറയുക, എല്ലാത്തിനും കയറി അഭിപ്രായം പറയുക, അറിയാതെ അഭിപ്രായം പറയുക, അങ്ങനെ മറ്റുള്ളവരെ നാവ് കൊണ്ടും ദുഷിപ്പിച്ചു. നമുക്കറിയാം, ടി വി എല്ലാം തുറന്ന എല്ലാ ദിവസവും നമുക്ക് അങ്ങോട്ട് ചാനലെല്ലാം കാണും, നമ്മൾ കണ്ടില്ലേ? സത്യമാണെങ്കിൽ എന്തെല്ലാം തർക്കങ്ങളും കോലാഹലങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് അത്രമാത്രം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട, ഏറ്റവും പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ട കർത്താവ് തന്ന വലിയൊരു അവയവമാണ്. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണല്ലോ കർത്താവിന്റെ വചനം പറയുന്നത്. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ ഭാഷണത്തിനും വിധി ദിനം കണക്ക് കൊടുക്കേണ്ടി വരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ അത്രമാത്രം വിശുദ്ധിയോടെ ഉപയോഗിക്കാൻ നമ്മൾ വളരെയേറെ തീവ്രമായി പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ അറിയാതെ എല്ലാം ചപല ഭാഷണങ്ങളിലെല്ലാം ഏർപ്പെടുന്ന ആൾക്കാരാണല്ലോ. ആകയാല് നാവിന്റെ വിനിയോഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കണം. കാരണം അത്രമാത്രം അശുദ്ധി നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് നാവിലൂടെയാണ്. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. കർത്താവിന്റെ വചനം പറയുന്നത് കഴിയുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെ കഴിയുന്ന സമയത്തെല്ലാം ഏത് കാര്യത്തിനും കർത്താവിനെ സ്തുതിക്കുന്നവരാവുക. അത് ജീവിതത്തിന്റെ പീഡകളിലാകട്ടെ, ഞെരുക്കങ്ങളിലാകട്ടെ, നൊമ്പരങ്ങളിലാകട്ടെ, സഹനങ്ങളിലാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാത്യുവിന് മുമ്പേ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ, എന്തെല്ലാം സഹനങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. ആ സമയങ്ങളെല്ലാം കർത്താവിനെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ സ്വർഗം തുറക്കപ്പെടുന്നതായിട്ടും സ്വർഗം നമുക്ക് സ്വന്തമാകുന്നതായിട്ടും നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്വർഗം നമ്മുടെ സ്വന്തമാക്കാനുള്ള ദൈവം നൽകുന്ന വലിയ അവസരങ്ങളാണ് ഓരോ സഹനവും എന്ന് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിലും നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നവരാകും. നമ്മുടെ നാവ് കൊണ്ട് വ്യർത്ഥഭാഷണവും നൈരാശ്യത്തിന്റെയും നിരാശയുടെയും കാര്യങ്ങൾ സംസാരിക്കാതെ, മറ്റുള്ളവരെ ശപിക്കുന്ന വാക്കുകൾ സംസാരിക്കാതെ, ആ അവസ്ഥയോർത്ത്, ജീവിതത്തിന്റെ വേദനയോർത്ത്, കെട്ടുകളെയും ബന്ധനങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കാനാണ് വചനം പറയുന്നത്. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്തുന്ന വചനമാണിത്. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശം ഇല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് സ്വർഗരാജ്യം. അപ്പൊ ആ അശുദ്ധിയുടെ മാർഗങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പാപികളാണ്, അശുദ്ധരാണ്, ബലഹീനരാണ്. നമ്മളതിൽ നിന്ന് തിരിയണം. പിന്തിരിഞ്ഞു വന്നാൽ മാത്രമേ കർത്താവിന്റെ രാജ്യത്തിന് അവകാശമുള്ളൂ എന്നാണ് വചനം അസന്നിഗ്ധമായി പറയുന്നത്. പ്രത്യേകിച്ച് വിഗ്രഹാരാധനയെക്കുറിച്ചും ഒന്നാം പ്രമാണ ലംഘനത്തെക്കുറിച്ചും സത്യദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതത്തെക്കുറിച്ചും എല്ലാം വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട ബെന്നി സംസാരിക്കുമെന്ന് ആത്മാവിൽ പ്രേതനായി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കത് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. കാരണം സത്യദൈവത്തെ അകന്നുള്ള ജീവിതമാണ് നമ്മുടെ എല്ലാ പല ദുരിതങ്ങൾക്കും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങളും, പല ശാപങ്ങളും, പല കെട്ടുകളുടെയും കാരണം. കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ വഴിയായി കർത്താവിന്റെ വചനം നമുക്ക് മാർഗദൈവമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യാൽ പ്രിയപ്പെട്ടവരെ,
കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മളുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. അങ്ങനെ ഈശോയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന സാക്ഷിയായി മാറാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്തെല്ലാം ജീവിതത്തിന്റെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വേദനകളോ ആത്മീയവും മാനസികവും ശാരീരികമായ പീഡകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാ 41:13 പറയുന്നത് പോലെ, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അറിയാതെ ഒരു പരീക്ഷണവും കർത്താവിലേക്ക് വന്ന മക്കൾ നമ്മുടെ ജീവിതം നമുക്കറിയാം. ആത്മീയ സമരം കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചു കേട്ടു, അല്ലെ അനുദിനം നമ്മൾ വായിക്കുന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം 19-20 തിരുവചനം നമ്മുടെ ഈ ഇഹലോക ജീവിതം മുഴുവൻ വലിയ ആത്മീയ യുദ്ധത്തിലും ആത്മീയ സമരത്തിലുമാണെന്ന് നമ്മൾ അനുദിനം വായിക്കുന്നതാണ്. കാരണം ഈ ആത്മാവിനെ നിത്യസ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ, നിത്യപിതാവ് ആഗ്രഹിക്കുന്നത് പോലെ നിത്യ നരകവും സാത്താനും നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ വലിയ ആത്മീയ യുദ്ധത്തിലാണ്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നമ്മുടെ ആത്മാവിന്റെ യുദ്ധമാണ്. അത് പലരും അറിഞ്ഞവർക്ക്, അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ കഴിയും. ഈ ദിവസങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ ഞാൻ കടന്നു പോകുന്നു അതുപോലെ വലിയ ആത്മീയ യുദ്ധത്തിലാണെന്ന് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്രയോ ഭീകരമായ ആത്മീയ യുദ്ധത്തിലാണ്, വിശ്വാസ പീഡകളിലാണ്. അപ്പൊ അതുകൊണ്ട് അത് പലപ്പോഴും നമ്മുടെ കോടിയിൽ കൂട്ടായ്മയിലിരിക്കുന്ന പലരും തന്നെ അനുഭവിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ. അപ്പോൾ ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അറിയാതെ ഒരു പീഡയും നമുക്ക് വരുന്നില്ല. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ വിശ്വാസം ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടാവും. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ഇരിക്കുന്ന ആർക്കിൽ വായിക്കാമത്? വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. കുഴപ്പമില്ല, ഞാൻ തന്നെ വായിക്കാം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നുണ്ടോ? വിശ്വാസ പരീക്ഷകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഭാഗ്യവാന്മാർ. പക്ഷേ വിശ്വാസ പരീക്ഷകളെ അതിജീവിക്കുക എന്നുള്ളത് അതിലേറെ ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അങ്ങനെ വിശ്വാസ പരീക്ഷകളെ അതിജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച്, അതിജീവിക്കുമ്പോഴാണ് അവസ്ഥയെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത്, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും, നമ്മുടെ രോഗപീഠകൾ ഉണ്ടാകുമ്പോഴും, സാമ്പത്തിക കടബാധ്യങ്ങളാൽ ഞെരുങ്ങുമ്പോഴും എല്ലാം ഒരിക്കലും നമ്മുടെ കർത്താവിനെ കൈവിടാതെ അവിടുന്ന് നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ അദൃശ്യമായ കരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സഹനങ്ങളിലും ഒരു വേദനകളിലും നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടുന്നില്ല എന്ന വലിയ ബോധ്യം നമ്മൾ ഓരോരുത്തരും ജനിക്കട്ടെ. അങ്ങനെ ജനിക്കുമ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കർത്താവിൽ ആനന്ദിക്കുന്ന മക്കളായി ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിലും വേദനകളിലും സ്തെഫാനോസിനെ പോലെ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ക്രിസ്തുവിനെ കാണാൻ, സ്വർഗം തുറന്നിരിക്കുന്നത് കാണാൻ, സ്വർഗീയ സൗഭാഗ്യം കാണാൻ, കർത്താവിൽ ആനന്ദിക്കാനും പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാവാനുള്ള വലിയ കൃപ നമുക്ക് ഓരോരുത്തരും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ വലിയ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് ഞെരുക്കങ്ങളിലും തുണയായ കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന വചനങ്ങളും നമുക്ക് താങ്ങായുണ്ട്. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും എല്ലാ മാലാഖമാരുടെയും സാന്നിധ്യം നമുക്കുണ്ട്. അതാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ ഞെരുക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. എന്താണ് വചനം പറഞ്ഞത്? നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം. എന്ത് സാക്ഷ്യമാണ്? നമ്മൾ ഈ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ അനുഭവിച്ചു കഴിഞ്ഞ കടന്നു പോകുന്ന ഈ എല്ലാം അനുഭവിച്ച നിരവധിയായ സാക്ഷികളുടെ ഒരു സമൂഹം നമുക്കുണ്ട്. അവരെല്ലാം ഈ പീഡകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയവരാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന പീഡകൾ നമ്മുടേത് മാത്രമല്ല, ഇതിനു മുമ്പേ പലരും ഇത് അനുഭവിച്ച് കടന്നുപോയവരാണ്. അത് ശാരീരിക പീഡയാകാം, പൈശാചിക പീഡകളാകാം, ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഇംഗിതങ്ങളും ഒക്കെ ആവാം. അങ്ങനെയുള്ള പല പീഡകളാകാം, ദുരാഗ്രഹ പീഡകളാവാം. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ അനുഭവിച്ച് കടന്നുപോയി കർത്താവിൽ ആശ്രയിച്ച് അതിനെയെല്ലാം വിജയിച്ച് കടന്നുപോയ ഒരു വലിയ സാക്ഷി സമൂഹം നമുക്കുണ്ട്. ആകയാൽ നമ്മെ ഞെരുക്കുന്ന പാപവും ഭാരവും നമുക്ക്
നീക്കിക്കളയാമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കമോ പീഡയോ ഏത് തരത്തിലുള്ള പീഡയോ പുതുതല്ല. നമുക്ക് മുമ്പേ പലരും അനുഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള കർത്താവിന്റെ മക്കൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നതും അവരോരോരുത്തരും കടന്നു പോകേണ്ടതുമാണ് ഈ സഹനങ്ങൾ. അത് സ്വർഗം അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വിഖ്യാതനായ ഒരു സുവിശേഷ പ്രസംഗന്റെ ഒരു വചനം ഞാൻ കേൾക്കാനിട വന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ലോകത്തിലുള്ള നമ്മൾ അനുഭവിക്കേണ്ട ഓരോ കാര്യങ്ങളും, ഒരു കാര്യം പോലും ദൈവം അറിയാതെ നമുക്ക് വരുന്നില്ല. പക്ഷേ ഇത് എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് ഒരു സഹനങ്ങളും ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ കടന്ന് നമുക്ക് വരുന്നില്ല. പക്ഷെ ഈ സഹനങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ് അല്ലെ സ്വാതന്ത്ര്യം മനുഷ്യൻ തന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമുക്ക് വേണമെങ്കിൽ തീരുമാനം ദൈവത്തിൽ ആശ്രയിച്ചെടുക്കാം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ മന്ത്രവാദികളുടെയും കൂടോത്രവാദികളുടെയും കണിയാന്മാരുടെയും പ്രശ്നികരുടെയും അടുത്ത് പോയി നമ്മൾ തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ സത്യദൈവത്തിലുള്ള ആശ്രയത്വം വിട്ടിട്ട് നമ്മൾ വിഗ്രഹങ്ങളുടെ പുറകെ പോകും, വിഗ്രഹാരാധകരായി മാറും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ തിന്മയാണ്. നമ്മൾ വായിച്ചല്ലോ, വിഗ്രഹാരാധകർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവർക്ക് അവകാശമില്ല. പ്രിയപ്പെട്ടവരെ, ആകയാൽ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവിന്റെ വചനമാകുന്ന തിരുരക്തത്താലും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാലും അഭിഷിക്തരായി കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് നമുക്കായി കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം ഏറ്റവും വിശ്വസ്തയോടെയും സ്ഥിരോത്സാഹത്തോടെയും നമുക്ക് ഓടിത്തീർക്കാം. എന്തായാലും നമ്മൾ നമ്മുടെ ഓട്ടപ്പന്തയം ഓടി തീർത്തേ പറ്റൂ. ഈ ഓട്ടപ്പന്തയം വിശ്വസ്തയോടെ ഓടിത്തീർക്കുന്നവർക്ക് മാത്രമാണ് കിരീടം. കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. കർത്താവിന്റെ വചനം പറയുന്നു, കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. നമ്മൾ ഓരോരുത്തരെയും ദൈവവചനത്തിന്റെ കാര്യസ്ഥരാണ്. ദൈവ നിയോഗങ്ങളുടെ കാര്യസ്ഥരായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ബഹുമാനപ്പെട്ട മാത്യു അച്ഛന്റെ വചന സന്ദേശത്തിന് മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരും മാമോദിസ മുങ്ങിയപ്പോൾ തന്നെ കർത്താവിന്റെ ക്രൂശ് മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി ആ ജ്ഞാനസ്നാനമാണ് നമ്മൾ സ്വീകരിച്ചത്. കർത്താവിന്റെ ക്രൂശ് മരണത്തോട് ഐക്യപ്പെടുന്ന ജ്ഞാനസ്നാനമാണ്, പീഡാസഹനങ്ങളോട് ഐക്യപ്പെടുന്ന ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചത്. ആ പീഡാസഹനങ്ങളുടെ അവസാനം എന്താണ്? അനുപമമായ മഹത്വമാണ്. അനുപമമായ മഹത്വം, ഒരാൾക്കും വർണ്ണിക്കാനാവാത്ത മഹത്വത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം ഏറ്റവും വിശ്വസ്തയോടെ നമുക്ക് ഓടിത്തീർക്കാം. ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളിലും, അപകടങ്ങളിലും, രോഗങ്ങളിലും, വേദനകളിലും, പ്രതിസന്ധികളിലും നമ്മുടെ കർത്താവിന്റെ കരം നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് മുമ്പേ ഈ ലോകത്തിന് ജീവിച്ച് കടന്നുപോയ വിശുദ്ധരായ സാക്ഷികൾ നമുക്കുണ്ടെന്നുള്ള വലിയ ബോധ്യവും, നമ്മുടെ കാവൽമാലാകന്മാരും, നമ്മുടെ പേരിന് കാരണബോധരായ വിശുദ്ധരെ എല്ലാം മധ്യസ്ഥ നമുക്ക് യാചിക്കാം. കർത്താവിന്റെ വചനത്താൽ നമുക്ക് മുദ്രിതരായി തീരാം. വചനം നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലെല്ലാം അനുദിനം വായിക്കേണ്ട വചനഭാഗങ്ങളെല്ലാം തന്നിട്ടുണ്ടല്ലോ. അതെല്ലാം വായിച്ച് കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകത്തിൽ നമുക്ക് നിറയാം. അങ്ങനെ ഈശോയുടെ വചനത്തിന്റെ സാക്ഷികളായി നമ്മളെ കണ്ട് ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്ന പ്രിയപ്പെട്ടവരെ. കാരണം സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാ വചനം പറയുന്നത്. ഈ സൃഷ്ടപ്രപഞ്ചം അവർ സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം, മിസ്റ്റർ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തെ അറിയാത്ത ഒരു വലിയ ജനത നമ്മുടെ ചുറ്റുമുണ്ട്, സത്യദൈവത്തെ അറിയാത്തവര്. അവർ വിഗ്രഹങ്ങളുടെയും കല്ലിന്റെയും മണ്ണിന്റെയും അല്ലേല് സൃഷ്ടികളുടെ പുറകെ സൃഷ്ടാവിന് പകരം സൃഷ്ടിയെ ആരാധിക്കുന്ന വലിയൊരു സമൂഹം സത്യദൈവത്തിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുന്ന പോലെ, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതെങ്ങനെ അവർക്ക് ദൃശ്യമാവും പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതം കൊണ്ടാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, കർത്താവ് നൽകിയിരിക്കുന്ന ഈ ക്ഷണികമായ ജീവിതം, കർത്താവിന് വേണ്ടി ജീവിച്ച് വിശ്വസ്ത സാക്ഷികളായി ജീവിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള മണിക്കൂറിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവിന്റെ എളിയ ദാസൻ, നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി ബ്രദർ നമുക്ക് വേണ്ടി വചന സന്ദേശത്തിനായിട്ട് കടന്നു വരും. നല്ല ദൈവമേ, ഞങ്ങൾ കേട്ട ഈ വചനം, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനമെല്ലാം ഞങ്ങളിലങ്ങ് മുദ്രിതമാക്കണമേ എന്ന് യാചിക്കുന്നു. അവിടുത്തെ ഒരു വചനം പോലും കർത്താവ് ഫലം കാണാതെ തിരിച്ചു വരികയില്ലല്ലോ. അങ്ങ് ഞങ്ങളിൽ മുദ്ര ഉറപ്പിക്കണമേ കർത്താവെ. ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴും കർത്താവെ, അങ്ങ് ഞങ്ങളെ വിട്ട് കളയരുത് എന്ന് യാചിക്കുന്നു. കാരണം ഞങ്ങൾ ദുർവാശിയുള്ള ഒരു ജനതയാണ് കർത്താവെ. ഞങ്ങൾ കാപട്യം നിറഞ്ഞവരും ദുർവാശിക്കാരുമാണ്.
നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്നാൽ അങ്ങയുടെ വചനം പറയുന്നു, നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ കർത്താവിലേക്ക് തിരിച്ചു വരുമെന്ന്. എന്നാൽ അതിന് വിപരീതമാണ് കർത്താവെ, നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു അത്രമാത്രം ദാർഢ്യത്തോടും മർക്കടം മുഷ്ടിയോടും കൂടെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോകും. ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഒരു ശക്തിക്കും ഒരു അന്ധകാര ശക്തിക്കും ഞങ്ങളെ ആരെയും വിട്ടു കൊടുക്കരുതേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഒരു ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ ക്ഷുദ്രപ്രയോഗങ്ങൾക്കോ കർത്താവെ തിന്മയുടെ ശക്തികൾക്കോ ഈ കൂട്ടായ്മയിൽ നിന്നെ കേൾക്കാൻ വന്ന ഒരു മക്കളെയും വിട്ടു കൊടുക്കരുതേ എന്ന് യാചിക്കുന്നു. കർത്താവെ, നീ വിളിച്ചു ചേർത്തവരെ നീ തന്നെ സംരക്ഷിക്കുന്നുള്ള കർത്താവെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ കാപ്പയിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ആ തിരുമുറിവുകളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. കാരണം ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ്. ഞങ്ങളുടെ ജഡികാസക്തികളും പാപവാസനകളും എല്ലാം കർത്താവെ ഈ ലോകത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കുന്നു, ലോകസുഖങ്ങളിലേക്ക് ഞങ്ങളെ ആകർഷിക്കുന്നു. എന്നാൽ ആനന്ദം അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. സത്യാനന്ദം, വിശുദ്ധിയുള്ള ആനന്ദം, സന്തോഷം അത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് നിൽക്കാനും അങ്ങയോട് ഒട്ടി നിൽക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഈശോയെ മണിക്കൂറിനോട് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും പുകഴ്ചയും ആരാധനയും വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വെളിപാട് 4:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഫിലിപ്പി 2:9 മുതൽ പാദങ്ങളിലെ തിരുവചനം. ഇത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമുക്ക് നമ്മളെ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രവെക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.